ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖ് സംവിധാനം ചെയ്ത് മെയ് 23-ന് തിയേറ്ററിലെത്തിയ ടർബോ എന്ന സിനിമ നിലവിൽ ഇന്നലെ ഞായറാഴ്ചയോടെ 32 ദിവസം പിന്നിട്ട് ഇന്ന് 33ാമത്തെ ദിവസമായ തിങ്കളാഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇന്നലെ ഞായറാഴ്ച ദിവസം ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 12 ലക്ഷത്തോളം രൂപയാണ് നേടിയെടുത്തിരുന്നത്. ഇതോടെ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 36 കോടിക്ക് മുകളിലെത്തിയിട്ടുണ്ട്. ടർബോ എന്ന ഈ മമ്മൂട്ടി ചിത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സോണി ലീവ് സ്വന്തമാക്കിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ പ്രകാരം ചിത്രം 40 ദിവസം തിയേറ്ററിൽ ഉണ്ടാകും എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ച് മറ്റൊരു സുപ്രധാനമായ വാർത്ത വന്നിട്ടുള്ളത് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് സംബന്ധമായിട്ടാണ്. ചിത്രം 40 കോടിക്ക് താഴെ മാത്രമാണ് ബഡ്ജറ്റ് എന്നാണ് ഇപ്പോൾ വാർത്ത വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിന്റെ GCC ഓവർസീസ് റൈറ്റ്സ് സംബന്ധമായ വാർത്തകളാണ്. ടർബോ എന്ന സിനിമയുടെ GCC ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കിയിരുന്നത് ഗ്ലോബൽ ട്രൂത്ത് ഫിലിംസ് ആയിരുന്നു. 70-ൽ പരം രാജ്യങ്ങളിൽ ഒരേ സമയം റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമ 25 കോടി രൂപയ്ക്കാണ് ഗ്ലോബൽ ട്രൂത്ത് ഫിലിംസ് അവകാശം സ്വന്തമാക്കിയത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിലവിൽ 35 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ ഗ്ലോബൽ ട്രൂത്ത് ഫിലിംസിനും മികച്ച ലാഭം നേടിയെടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിത്രത്തിന്റെ അറബ് പതിപ്പ് കൂടി റിലീസ് ചെയ്യപ്പെടുമ്പോൾ ഗ്ലോബൽ ട്രൂത്ത് ഫിലിംസിന് ഇനിയും വമ്പൻ ലാഭം ലഭിക്കും എന്ന് തന്നെ ഉറപ്പായിട്ടുണ്ട്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് തമിഴ് സിനിമയായ മഹാരാജയാണ്. നിതിലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത് വിജയ് സേതുപതി നായകനായ ഈ സിനിമ ജൂൺ 14-നാണ് തിയേറ്ററിലെത്തിയത്. കേരളത്തിൽ ഈ സിനിമ ഇന്നലെ ഞായറാഴ്ചയോടെ 5 കോടി 50 ലക്ഷത്തോളം രൂപയാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ആഗോളതലത്തിൽ ഈ സിനിമ 70 കോടിക്ക് മുകളിലും കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. ബിജുമേനോൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന താരങ്ങളായി വിഷ്ണു നാരായണൻ സംവിധാനം ചെയ്ത് ജൂൺ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് നടന്ന സംഭവം. ആദ്യ 2 ദിവസം കൊണ്ട് 70 ലക്ഷത്തോളം രൂപ കേരള ഗ്രോസ് നേടിയ ഈ സിനിമ ഇന്നലെ 3-ാം ദിവസമായ ഞായറാഴ്ച കേരള ഗ്രോസ് കളക്ഷനായി 65 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 1 കോടി 35 ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. ജൂൺ 21-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു സിനിമ ഉള്ളൊഴുക്ക് ആണ്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഉർവശി, പാർവതി തിരുവോത്ത്, അർജുൻ രാധാകൃഷ്ണൻ, അലൻസിയർ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ആദ്യ 2 ദിവസം കൊണ്ട് 85 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 3-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 75 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ 1.5 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ ചിത്രം നേടിയെടുത്തിരിക്കുകയാണ്. ജൂൺ 21-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത 3-ാമത്തെ സിനിമ ഗഗനചാരിയാണ്. അരുൺ ചന്തു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അനാർക്കലി മരയ്ക്കാൽ, ഗോകുൽ സുരേഷ് എന്നിവരാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന് തിയേറ്ററുകളുടെ എണ്ണം കുറവാണെങ്കിലും ഉള്ള തിയേറ്ററുകളിൽ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം ഏകദേശം 9 ലക്ഷം കളക്ട് ചെയ്ത സിനിമ 2-ാം ദിവസം 14 ലക്ഷം രൂപയും 3-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച 16 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 38-40 ലക്ഷം റേഞ്ചിലാണ് ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ. ജൂൺ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ 4-ാമത്തെ സിനിമയാണ് സ്വർഗത്തിലെ കട്ടുറുമ്പ്. ധ്യാൻ ശ്രീനിവാസൻ, ഗായത്രി അശോക് എന്നിവർ അഭിനയിച്ച ഈ സിനിമ ജസ്പാൽ ഷൺമുഖമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്കും അതനുസരിച്ചുള്ള ഒരു കളക്ഷൻ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. 3 ദിവസം പിന്നിടുമ്പോൾ 14 ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ജൂൺ 27-ന് തിയേറ്ററിലെത്തുന്ന ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ സിനിമയാണ് കൽക്കി. പ്രഭാസ്, കമലഹാസൻ, അമിതാഭ് ബച്ചൻ, ദുൽഖർ സൽമാൻ എന്നിങ്ങനെ വമ്പൻ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ സിനിമയുടെ കേരളത്തിലെ ബുക്കിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. ദുൽഖർ സൽമാന്റെ വേഫയർ ഫിലിംസ് ആണ് ഈ ചിത്രത്തിന്റെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.